ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഞാനിന്നൊരു ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഓൺ വോയിസ് വീഡിയോ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, കാണിച്ചു തരാവേ. രാവിലത്തെ കുറച്ച് ചോറ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ആ ചോറ് കൊണ്ട് നമുക്കൊരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ചോറ്. ഇതിന് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, സവാള, ബീൻസ്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില. നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇപ്പോൾ എൻ്റെ ഇതിൽ തക്കാളി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനതൊരു ചീനച്ചട്ടി വെച്ചിട്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകിടാം. സോറി, കടുകല്ല കേട്ടോ, ജീരകം. കടുക് വേണ്ട. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി വെജിറ്റബിൾസും ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ് കേട്ടോ. ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ ചോറ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ വെജിറ്റബിൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബാക്കി വന്ന ചോറൊന്നും കളയാതെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയില്ല എന്നല്ല, വോയിസൊന്നും ഞാൻ ഇതുവരെ വോയിസ് ഓവർ കൊടുത്തിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സീതൂസ് കിച്ചൺ 2.0 ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.